ദൈവത്തിന് മഹത്വം നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവം. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, സക്കായി എങ്ങനെയുള്ളവനെന്ന് അറിയാൻ ഓടിക്കേറി. കർത്താവ് അവിടെ വന്നിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി നിന്റെ വീട്ടിലാന്ന് പറഞ്ഞു. ഇന്ന് രാത്രി നിന്റെ വീട്ടിലാണ്. സക്കായിയുടെ മാനസാന്തരം നിങ്ങൾക്ക് അറിയാം. യേശു വീട്ടിൽ വന്നപ്പോഴെ പറഞ്ഞു, ഗുരു പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. ആരോടെങ്കിലും വല്ലതും ചതിവായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതാ മാനസാന്തരം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയാം, അന്യന്റെ ഒന്നും നിന്റെ കൈവശം കാണരുത്. കൈവെടിപ്പായിരിക്കണം. ചേട്ടനോ അനിയനോ ചേട്ടത്തിക്കോ അനിയത്തിക്കോ അപ്പനോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതൊന്നും അടിച്ചു മാറ്റരുത്. കള്ളയാധാരം ഉണ്ടാക്കരുത്. അപ്പം ജാഗാറായി കിടന്നപ്പോ ഇങ്ങനെ ചരിഞ്ഞു കിടന്നപ്പോ കുറുക്ക് കൊടുത്ത് തള്ളവരെ പിടിച്ച് അവരെ നമുക്ക് അതിന് പോയി കള്ളയാധാരം ഉണ്ടാക്കി. ശുഭം വരത്തില്ല. കൈവെടിപ്പായിരിക്കണം. ആരെയും ചതിക്കരുത്, ആരെയും വഞ്ചിക്കരുത്. മറ്റൊരുത്തന്റെ 1 രൂപ പോലും നീതിക്ക് നിരക്കാത്തതിന്റെ കൈവശം കാണരുത്. കൈവെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. കൈവെടിപ്പായിരിക്കണം. ദൈവത്തിന് മഹത്വം. വെടിപ്പായിരിക്കണം കയ്യെ. അതാണ് മാനസാന്തരം. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം കേട്ടാൽ എന്തോ സംഭവിക്കും. 1, മാനസാന്തരം ഉണ്ടാകും. 2, സുവിശേഷം കേട്ടാൽ എന്തോ സംഭവിക്കും. ഓടിച്ചു പറയാം, സ്നാനം നടക്കും. ഷണ്ണൻ യെരൂശലേം ദേവാലയത്തിൽ പോയിട്ട് തിരിച്ചു വരിക. തേരിനകത്ത് തിരിച്ചു വരുമ്പോൾ തിരുവെടുത്ത് വായിച്ചോണ്ടാ വരുന്നത്. അപ്പോൾ പീലിപ്പോസ് ശമരിയിൽ ശുശ്രൂഷ ചെയ്യുക. പീലിപ്പോസിനോട് ദൈവാത്മാ പറഞ്ഞു, നീ ഗസയ്ക്കുള്ള നിർജ്ജന സ്ഥലത്തേക്ക് പോകണം. പീലിപ്പോസ് ഓടി. അപ്പൊ രഥം വരുന്നു. ചേർന്ന് നടക്കാൻ പറഞ്ഞു, ചേർന്ന് കിടന്നു. കേറിയിരിക്കാൻ പറഞ്ഞു, കേറിയിരുന്നു. അപ്പോൾ ഷണ്ണനോട് ചോദിച്ചു, എന്തുവാ എടുക്കുന്നത്? വായിക്കുന്നു. എന്തുവാ? തിരുവെടുത്ത്. ഏത് ഭാഗം? യെശയ്യാവ്. ഏത് ഭാഗമാ? 53. ഏതാ വാക്യം പറ. അറുക്കാനുള്ള ആടിനെ പോലെ എന്നെ എണ്ണുന്നു. അപ്പൊ ചോദിച്ചു, വായിക്കുന്നത് ഗ്രഹിക്കുന്നു? ഷണ്ണൻ പറഞ്ഞു, ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? അപ്പോൾ പീലിപ്പോസ് ഈ തിരുവെടുത്ത് ആധാരമാക്കി അവരുടെ സുവിശേഷം പറഞ്ഞെന്നാ മോളെ 35-ാമത്തെ വാക്യം വായിച്ചേ. ഫിലിപ്പോസ് ഈ തിരുവെടുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ, അപ്പോൾ ശരിക്കും സുവിശേഷം അറിയിച്ചു. അങ്ങനെ സുവിശേഷം അറിയിച്ച് പീലിപ്പോസ് സുവിശേഷം അറിയിക്കുന്നു. ഷണ്ണൻ തിരുവെടുത്ത് വായിക്കുന്നു, വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും പോയി അടുത്ത വാക്യം. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ, ഇങ്ങനെ ഒന്നുകൂടെ പദം വായിച്ച്. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ. എങ്ങനെ വഴി പോകുമ്പം? ഇങ്ങനെ വഴി. രണ്ടുപേരും രഥത്തിനകത്താ, തേരില്ല. ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞ പീലിപ്പോച്ചൻ യേശുവിനെ പറ്റി സുവിശേഷം പറയുന്നു. ഷണ്ണൻ ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്നു. അതാ ഇങ്ങനെ. യേശു പാപികളെ രക്ഷിക്കും. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കും. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകും. യേശുക്രിസ്തുവിൽ കൂടി രക്ഷ, മറ്റൊരുത്തനും രക്ഷയില്ല. ഇതാ ഇങ്ങനെ പറയുക. ആ സുവിശേഷം ഇങ്ങനെ പറഞ്ഞ് വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ടൻ പുള്ളി പീലിപ്പോസിനെ എടുത്ത് വെള്ളത്തിലിട്ടെന്നല്ല. വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോൾ ഇതാ വെള്ളം. ഷണ്ണൻ പീലിപ്പോസ് ഉപദേശിയോട് പറയാ, ഉപദേശി വെള്ളം താണ്ടുന്ന അതിനെ നിനക്ക് കുളിക്കണോ? അല്ല, ദാഹിക്കുന്നു. എനിക്ക് ഞാൻ സ്നാനമേൽക്കണം എനിക്ക്. അപ്പൊ ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ട്. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല. അതിന് വേറെ സോപ്പും മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്, ലോഷനും ഒക്കെ ഉണ്ട്. സ്നാനം ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല. സ്നാനം ഈ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനല്ല. സ്നാനമോ യേശുക്രിസ്തുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിക്കാനാ. അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. അതുകൊണ്ട് കർക്കശമായി സ്നാനപ്പെട്ടേ ഒക്കൂ. ഇത് പെന്തിക്കോസുകാർ കണ്ടുപിടിച്ചു ഒന്നുമല്ല. ചില ആൾക്കാർ ധരിച്ചു വച്ചിരുന്ന പെന്തിക്കോസുകാരൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ സ്നാനത്തെ പറ്റി പ്രമാണം പുസ്തകത്തിലുണ്ട്. പെന്തിക്കോസുകാര് കൂടി ഉണ്ടായതൊരു, എന്റെ ഭാഷയിൽ അങ്ങ് പറയാ, 2000 കൊല്ലം ആയുള്ളൂ. 2000 കൊല്ലം കഴിഞ്ഞതേ ഉള്ളൂ.
പിന്നെ തർക്കമാ. ഏ ഏ അത് വെച്ചാ ഞാനീ പറഞ്ഞേ. പിന്നെ കേരളത്തില് വന്നിട്ട് ഒരു 125 കൊല്ലം ആയുള്ളൂ. എത്ര ആയുള്ളൂ? അതാ കാഞ്ഞംകുളത്തിലെ ഉണ്ണുണ്ണി സാർ വന്നതാ. ആ ഏ ആ അത് ഉണ്ണുണ്ണി സാർ അവിടെ വന്ന് ഭരണയത്ത് വന്ന് അഭിഷേകം പ്രാർത്ഥിച്ചു പോയതാ, പൂവാറിനടുത്ത്. കാഞ്ഞിരംകുളം കഴിഞ്ഞങ്ങോട്ട് ചെല്ലുമ്പോ ഭരണയം, അത് കഴിഞ്ഞ് പൂവാറ്. അപ്പൊ പെന്തിക്കോസുകാര് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ട് 150 വർഷമായില്ല. പെന്തിക്കോസുകാരൊക്കെ വരുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് ആ സ്നാനത്തെ പറ്റി എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ചെല്ലു ചോദിക്കാടി അതെപ്പെടാന്ന് ഉണ്ട്, കൊള്ളാം. പത്രോസിന്റെ ലേഖനമൊക്കെ നിങ്ങൾ പഠിച്ചാൽ നോഹ സ്നാനപ്പെട്ട ചരിത്രമായിരുന്നു കേൾക്കുന്നത്. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര്, അത് വെള്ളത്തിൽ കൊണ്ട് രക്ഷപ്രാപിച്ചു. അടുത്ത പദം സ്നാനത്തിനൊരു മുൻകുറിയാണ്. അപ്പൊ നോഹയുടെ കാലം മുതലേ സ്നാനമുണ്ട്, അല്ലാതെ ബന്ധുക്കോസുകാരിപ്പം ഒപ്പിച്ചത് വിനയൊന്നും അല്ല. ചെല്ല് ധരിച്ചു വീഴുന്ന ബന്ധുക്കോസുകാർ ഉപദേശിമാർ ഒപ്പിച്ച വിനകൃതിയാ. അല്ലല്ല, നോഹ കുടുംബവും അന്ന് മുതലേ സ്നാനമാണ്. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപയുണ്ടായി. നോഹയോട് ദൈവം പറഞ്ഞു, വെള്ളപ്പൊക്കം വരാൻ പോവാ, നീ പ്രസംഗിക്കണം, പെട്ടകത്തിനകത്ത് കയറണം, ആൾക്കാരെ ഇതിനകത്ത് കയറ്റണം, പകലെല്ലാം പ്രസംഗിച്ചോണം. നോഹ പകല് മുഴുവൻ പ്രസംഗിച്ചു. പ്രസംഗത്തിന്റെ ആകെ തുക ഇതാ: വെള്ളപ്പൊക്കം വരാൻ പോവാ, വെള്ളം കുടിച്ച് ആകാതിരിക്കാൻ ഇവിടെ ഒരു പെട്ടകം ഉണ്ടാക്കുന്നുണ്ട്, പെട്ടകത്തിനകത്ത് കയറണം. 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരും, 3 തട്ടും ഒറ്റ വാതിലും പല കോഷ്ടങ്ങളും ഒക്കെയാ ഈ പെട്ടകത്തിന്റെ കണക്ക്. സർജരസ ചാന്ത് കൊണ്ടൊക്കെ ഇത് ക്രമപ്പെടുത്തിയത്. നോഹ പ്രസംഗിച്ചിട്ട് ഒരു കുഞ്ഞുങ്ങൾ പോലും ഇതിനകത്ത് കയറുന്നില്ല, രക്ഷപ്പെടാൻ താല്പര്യമില്ല. അവ നാട്ടുകാരെല്ലാം പുള്ളിയെ നോക്കി വെച്ച് പറഞ്ഞ് തലയ്ക്ക് ഓളമാണെന്ന് പറഞ്ഞു. പിള്ളേര് തന്തതള്ളമാരുടെ ചൊൽവളിക്കടങ്ങാത്ത ചന്തപ്പിള്ളേരുണ്ടൊട്ടേറെ ആർത്ത് വിളിക്കുന്ന തന്തതള്ളമാരുടെ ചൊൽവടിക്ക് അടങ്ങാത്ത ചന്തപ്പിള്ളേര്. അപ്പൊ പിള്ളേര് നോഹയെ പറ്റി പറഞ്ഞതാ, പോഷനാണ് ഇയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു. പിള്ളേര് പറഞ്ഞു ഇച്ചിരി ഇളക്കമുണ്ടെന്ന്. പോഷനാണ് ഇയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമെന്ന് പൊട്ടനല്ലാതെ വല്ലോരും ചൊല്ലുമോ? ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് പുള്ളിക്ക് ഉറക്കം ശരിയാകാൻ തന്നെയാണ്. ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണ തേച്ചു കുളിച്ചാൽ ചറപറ പറയുന്നതും മാറും. കണ്ടവർത്തിരോടെല്ലാം മുങ്ങിച്ചാകുമെന്ന് ഇയാൾ തൊണ്ട വീണ്ടുളർന്നാൽ ഉണ്ടാമോ ജലപ്ലാവം? മണ്ടയിൽ തലച്ചോറ് വേണ്ടേ? മനുഷ്യനായാൽ കുണ്ടാമണ്ടി വല്ലത് ഉണ്ടാകും മിണ്ടാതിനി. ഇതൊക്കെയാ പുള്ളിയെ പറ്റി ആക്ഷേപം. പക്ഷെ നോഹയ്ക്ക് ഇതൊന്നും വിഷയമല്ല, കാരണം ദൈവമാ പറഞ്ഞു. അന്ന് വരെ വെള്ളപ്പൊക്കം എന്നാന്നോ മഴ എന്നാന്നോ ഒരെണ്ണം കണ്ടില്ല. അത് കാണാത്തവയെ പറ്റിയാ പുള്ളി വിശ്വസിച്ച് പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ചുരുക്കി പറഞ്ഞാൽ സമയമായിട്ട് ഒറ്റ ഒരുത്തനും ഗുണമായില്ല. എന്തായാലും കൊള്ളാം, ശുദ്ധി ഉള്ളതും ശുദ്ധിയില്ലാത്തതിന് തരം തിരിച്ചേച്ച് 7 എണ്ണത്തിന് കയറ്റാൻ പറഞ്ഞു. ഇഴജാതി മുഴുവൻ കയറി, മൃഗജാതി എല്ലാം കയറി, പറവജാതിയും കയറി, മനുഷ്യജാതിയിൽ 8 പേര് നോഹയുടെ കുടുംബം. ഒരു ജാതി മാത്രം പെട്ടകത്തിൽ കയറി. ഇലേത് ജാതിയാ മോളെ? വെള്ളത്തിലുള്ളതൊന്നും മോളോട് ചോദിച്ചാൽ അപ്പൻ അവിടെ ഇരുന്ന് പറഞ്ഞ എന്നാലും ഉള്ളതാട്ടെ, നമുക്കൊരു ക്ഷീണം വരണ്ടെന്ന് ഓർത്ത. വെള്ളത്തിലുള്ളതൊന്നും ഇതിനകത്ത് കയറി, കാരണം വെള്ളം പൊങ്ങാൻ പോവാ. പിന്നെ അതിനെ പിടിച്ച് ഇങ്ങോട്ട് കയറ്റുന്നത്. 8 പേര് കയറി. ആരാ? നോഹയും നോഹയുടെ ഭാര്യയും 3 ആൺപിള്ളേരും അവരുടെ ഭാര്യമാരും. സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, നോഹിന്റെ തനയരാം യാപത്തും ക്ഷേമം ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോഹിന്റെ പക്കിനിയും. അപ്പൊ നോഹയുടെ ഭാര്യ, 3 ആൺപിള്ളേര് അവരുടെ ഭാര്യമാര്, 3 3 6 2 8 പേര് കയറി. പിന്നെ കയറിയതെല്ലാം മൃഗജാതി ഇടജാതിയാ. വീടിനെ കാവൽ നിൽക്കും കുക്കുരം പട്ടി. ഞാൻ എപ്പോഴും പറയും പട്ടി ഇതിനകത്ത് കയറി. പട്ടിയുടെ ഉടമസ്ഥൻ പാപ്പച്ചൻ കയറിയിട്ടില്ല. പാപ്പച്ചൻ ഇപ്പോഴും പട്ടിയുടെ ബെൽറ്റുമായിട്ട് അതിലെയല്ല. പാപ്പച്ച അതിന്റെ പട്ടി ഇതിനകത്ത് കയറി. മനസ്സിലാകുന്നില്ല. പാപ്പച്ചന്റെ മോനുണ്ട് ബാബുവിനെ പട്ടി വിളിക്കുക, ബാബു വരാൻ. ബാബുവും കയറുന്നില്ല. ബാബു അതിലെ കണക്ക, അയാൾക്ക് വട്ടാണ്. മനസ്സിലാകുന്നുണ്ടോ?
വീടിന് കാവൽ നിൽക്കും കുക്കുരം പട്ടി, വീടിന് കാവൽ നിൽക്കും കുക്കുരം മാർജരങ്ങൾ. മാർജനം ഇതിനകത്ത്, മാർജനം പൂച്ച അല്ല, പൂച്ച ഇതിനകത്ത് കയറി. പൂച്ചയെ വളർത്തിയ ബ്ലസി ഇതിനകത്ത് കയറില്ല. ബ്ലസിയുടെ പൂച്ചയുടെ പേര് ബുസി എന്നാ. ബുസിപ്പൂച്ച ഇതിനകത്ത് കയറി. പൂച്ചയകത്തുനിന്ന് ബ്ലസിയെ വിളിക്കാം വരാൻ. ബ്ലസി വരും. ബ്ലസി പറഞ്ഞ് എനിക്ക് ഇച്ചിരി പ്രോഗ്രാം ഉണ്ടെന്ന്. ചുരുക്കി പറഞ്ഞ ഇഴജാതി മൃഗജാതി എല്ലാം ഇതിനകത്ത് കയറി. കോഴി ഇതിനകത്ത് കയറി, സകലതും ഇതിനകത്ത് കയറി. ദൈവം തമ്പുരാൻ വന്ന് വാതിൽ അടച്ചു. നാട്ടുകാർ പല അഭിപ്രായം പറയും കേട്ടോ. ഈ പെട്ടകം ഉണ്ടാക്കിയ പുള്ളി, അതിന് സർജറി സച്ചാന്ത് കൊടുത്ത പുള്ളി, കമ്പും കോലും എടുത്ത പുള്ളി, അതിന്റെ മേൽനോട്ടം വഹിച്ചവര് കാണുമല്ലോ, അവരെല്ലാം ഒത്തിരി അഭിപ്രായം പറഞ്ഞു കാണും. നാട്ടുകാർ ഇന്നും അങ്ങനെ പുറത്തു നിന്ന് ഒത്തിരി അഭിപ്രായം പറയും. കാരണം ദൈവം വാതിലടച്ചു, ഇതിനകത്തെല്ലാം കയറിയിരിക്കുക. അപ്പം ആദ്യം കോഴി അങ്ങോട്ട് കയറി. കോഴി കയറി, തട്ടുകൾ പലതാ. ഒരു തട്ടേ കയറി കോഴി ഇരുന്ന്, പുറകെ കുറുക്കൻ അങ്ങോട്ട് കയറി. അപ്പം വെളി നിന്നവര് പറഞ്ഞ് രണ്ടുപേരും കയറിയിട്ടുണ്ട്. ഉടനെ ഒരാൾ പറയാൻ അനക്കമൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നാ മറ്റവൻ പറഞ്ഞു കയറി പിടിച്ചതായിരിക്കും. കോഴിയെ കുറുക്കൻ അങ്ങനെ ആണെന്നല്ലോ. പുറത്ത് നിന്നാൽ സൂക്ഷം കോഴിയെ, അത് പുറത്ത് നിന്ന അഭിപ്രായം. പക്ഷെ അകത്ത് ഇത് പെട്ടകമാ. ഇതിനകത്ത് കയറിയ കോഴി കയറി അങ്ങോട്ട് ഇരുന്ന എന്റെ ഭാവനയാ. കുറുക്കൻ കയറി ഇങ്ങോട്ട് വന്നപ്പോ കോഴി എവിടെ നിന്ന് പറഞ്ഞു പ്രൈസ് ലോർഡ് ബ്രദർ. ഉടനെ കുറുക്കൻ ചെന്ന് സ്തോത്ര സിസ്റ്ററെ എപ്പോ കയറി. പുള്ളിക്കാൻ ഞാൻ 5 മിനിറ്റ് ആയി കയറിയിട്ട് പ്രൈസ് ലോർഡ്. ഇതായി പെട്ടകത്തിനകത്ത് പുറത്ത് നിന്ന് നീ എന്നെ ആവശ്യമില്ലാത്ത വർത്താനം. അവൻ പുറത്ത് നിന്ന് അഭിപ്രായം പറയാ, എടാ പിടിച്ചടാ, കോഴിയെ പിടിച്ചു, അനക്കമൊന്നുമില്ല, ഇവിടെ ആരെയും പിടിക്കുന്നില്ല, എല്ലാം തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അതാ പെട്ടകം. പെട്ടകം ക്രിസ്തുവാ. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. എനിക്കതെല്ലാം പറഞ്ഞ് നന്നായിട്ട് പ്രസംഗിച്ചാ കൊള്ളാന്നുണ്ട്. കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. എന്തുവാണ് സുവിശേഷത്തിന്റെ വിശേഷത? 1, ഇത് രക്ഷ തരുന്ന മാർഗമാണ്. 2, ഇത് സമാധാനം തരുന്ന മാർഗം. 3, ഇത് പ്രത്യാശ തരുന്ന മാർഗം. അടുത്തത് സുവിശേഷം കേൾക്കാനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? 1, മാനസാന്തരം ഉണ്ടാകും. 2, ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. അതാ നമ്മൾ വായിച്ച് ആ ഭാഗമാണ് നിർത്തിയത്. ഫിലിപ്പോസ് ഈ തിരുവെടുത്ത് ആധാരമാക്കി ഷണ്ണനോട് യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം അറിയിച്ചു. സുവിശേഷം പറഞ്ഞു തീർന്നപ്പോൾ വെള്ളമുള്ള സ്ഥലത്ത് വന്നു. ഷണ്ണൻ ഫിലിപ്പോസിന്റെ ശുശ്രൂഷയാൽ സ്നാനപ്പെട്ടു. ഷണ്ണൻ തന്റെ വഴിക്ക് സന്തോഷിച്ചു പോയി. ഫിലിപ്പോസിനെ ആത്മാവ് അസ്തോദിലും കൊണ്ടുപോയി. അപ്പൊ ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. അതാ ഞാൻ പറഞ്ഞ സ്നാനം പെന്തിക്കോസുകാർ ഒപ്പിച്ചതല്ല, സർവജ്ഞനായ ദൈവം നേരത്തെ ക്രമീകരിച്ചു വെച്ചതാ. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ശരിക്കും സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. സുവിശേഷം എന്നുള്ളത് വചനമാ. യേശു ക്രിസ്തു ആദിയിൽ വചനം ഉണ്ടായിരുന്ന, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ആ വചനം സുവിശേഷം, അതാ വചനം. ആ വചനം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. തെളിവ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് എത്തി. ചരിത്രം ഒന്നും വിശദീകരിക്കുന്നില്ല, സമയം ഭയപ്പെടുന്നത് കൊണ്ട്. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് ചെന്നു. അങ്ങനെ കൊർന്നല്യോസ് പറഞ്ഞു, നീ വന്നത് ഉപകാരം, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പത്രോസ് വാ തുറന്നു, ദൈവവചനം പറഞ്ഞു. അതാ സുവിശേഷം. വചനം പറഞ്ഞു. നമ്മൾ 44-ാമത്തെ വാക്യം വായിച്ചേ. വചനം പറഞ്ഞപ്പോ എന്തോ സംഭവിച്ചു? വായിച്ചേ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും, വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ശരിക്കും സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. ഇതാ ഇതിന്റെ ഉപദേശങ്ങൾ. അപ്പൊ ശരിക്കും സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. ശരിക്കും സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. ദൈവത്തിന് മഹത്വം. സഭയിൽ വരുന്ന എല്ലാവരും ആത്മസ്നാനത്തിൽ നിറഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കാൻ. ഇത് അപ്പോസ്തലിക ഉപദേശമാണ്. എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. ശരിക്കും സുവിശേഷം കേട്ടാൽ ഇതിനകത്ത് വേർപാടിന്റെ ഉപദേശമുണ്ട്. വേർപാട് ഉപദേശം. മോളെ ഒരു വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം വായിച്ചേ.
മറ്റു പല വാക്കുകളാലും ആ അവൻ സാക്ഷ്യം പറഞ്ഞ് ആ. അവരെ പ്രബോധിപ്പിച്ചു. അപ്പൊ പത്രോസ് 11 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്ന് യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ആ കൂടെ മറ്റ് പല വാക്കുകളും പറഞ്ഞ്, എന്ന് പറഞ്ഞാൽ ഉപദേശ വിഷയങ്ങൾ പറഞ്ഞ് ജനത്തെ പ്രബോധിപ്പിച്ചു. അടുത്തത്, ഈ വക്രതയുള്ള ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെടുവിൻ. ശരിക്കും ആ ഭാഗമൊക്കെ നന്നായിട്ട് എടുത്ത് വ്യാഖ്യാനിച്ചാൽ വേർപാട് പാലിച്ച് വേണം ജീവിക്കാൻ. ലോകക്കാരെ പോലെ, ലോക മക്കളെ പോലെ അല്ല ദൈവമക്കൾ ജീവിക്കേണ്ടത്. കർക്കശമായി വേർപാട് പാലിക്കണം. മറ്റുള്ളവർ കാണിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നത് അതുപോലെ ചെയ്യാനും പ്രവർത്തിക്കാനും കാണിക്കാനും കാട്ടാനും ഒന്നും നമുക്ക് പ്രമാണമില്ല. നാം വേർപെട്ട ദൈവമക്കളാണ്. നമുക്കൊരു പ്രമാണമുണ്ട്. അതാ സംഖ്യാപുസ്തകം നിങ്ങൾക്കറിയാം 23:9 വായിക്കുന്നത് ഇങ്ങനെ, ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ലെന്ന. 9-ാം വാക്യം വായിച്ചേ മോളെ. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. അടുത്തത്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അപ്പോൾ ബിലയാം ഇങ്ങനെ നോക്കിയപ്പോൾ സെപ്പറേറ്റ് ജനമാ, തനിച്ചു പാർക്കുന്ന ജനം. ജാതികളുടെ കൂട്ടത്തിൽ നിങ്ങൾ ജാതികളുടെ വഴി പഠിക്കരുത്. അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാടില്ല. ജാതികൾ ബലി കഴിക്കുന്ന ദൈവത്തിനല്ല, ഭൂതങ്ങൾക്കാ. അതുകൊണ്ട് നിങ്ങൾ കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കുകാരാകരുത്. ഇതൊക്കെ ഉപദേശ വിഷയങ്ങളാ. സ്തോത്രം. അവര് കാണിക്കുന്ന പോലെ നമുക്ക് കാണിക്കാൻ വ്യവസ്ഥയില്ലെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. വേർപെട്ട ദൈവമക്കൾ വേർപാട് പാലിക്കണം. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അതുകൊണ്ടല്ലയോ മൊർദെഖായിയെ പറ്റിയൊക്കെ ഹാമാൻ എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് പറഞ്ഞൊരു പദമുണ്ട്. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം അതൊന്ന് വായിച്ചേ. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി വേറൊരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. അടുത്തത്, അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസമാ. മറ്റുള്ള എല്ലാവരിൽ നിന്നും വ്യത്യാസമാ. സംസാരം വ്യത്യസ്തമാ. അതെ, സമീപനമൊക്കെ വ്യത്യസ്തമാ. വസ്ത്രധാരണത്തിന് വ്യത്യസ്തമുണ്ട്. ആരാധന വ്യത്യസ്തമാ. മറ്റൊത്തിരി കാര്യമുണ്ട്. ഒരുക്കം എല്ലാം വ്യത്യസ്തമാ. ഒന്നുമില്ലായിരിക്കും അല്ലയോ? വ്യത്യസ്തമാന്ന് ഇത് നമ്മൾ പറയുന്നതേ ഉള്ളു. എന്തോ വ്യത്യസ്തം? ഇത് വേർപാട് ഉപദേശമാ. അപ്പൊ ശരിക്ക് സുവിശേഷം കേട്ടാൽ ഈ ഉപദേശം സ്ഥാപിക്കണം. സുവിശേഷം പറയുമ്പോൾ ഇതൂടെ പറയണം. രക്ഷ മാത്രം പറഞ്ഞു വിട്ടാ പോരാ. എല്ലാവരും കൈ പൊക്കി വെച്ച് പോയി എങ്ങനെയും വായിക്കോട്ടെ. അതല്ല, കൈ പൊക്കുന്നവരെല്ലാം അങ്ങ് കാണണം. അങ്ങ് കാണണമെങ്കിൽ ശരിക്കും ഉപദേശം പറയണം. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും പറ്റിക്കൊത്ത ഉപദേശം. ഇത് പറ്റിക്കൊത്ത ഉപദേശവും പഥ്യവചനമാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ല കേട്ടോ, ഇഷ്ടപ്പെടുകയല്ല. ദൈവത്തിന് മഹത്വം. ഇഷ്ടപ്പെടുകയല്ല. കാരണം ഉപദേശം കർത്താവിന്റെ കാലത്ത് അങ്ങനെ ഉപദേശം പറഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയത്. അപ്പൊക്കെ മുറുകിയ യോഗത്തിനൊക്കെ ഭയങ്കര ആളായിരുന്നു, ഇഷ്ടം പോലെ. ബാക്കിയൊക്കെ വന്നത് തലയെ ചുമ്മിക്കൊണ്ടാ പോയത്. ഭയങ്കര ആള്, തെള്ളും. രോഗശാന്തി ഉള്ളപ്പോ പറയുകയും വേണ്ട, ഭയങ്കര തെള്ള. ഇതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് പയ്യെ ഉപദേശത്തിലോട്ട് കയറി. അവൻ ഉപദേശിച്ചു തുടങ്ങി. അന്നേരം ആളിന്റെ തെള്ളു നിന്നു. ഉപദേശം ലളിതമാ, പക്ഷെ ഭയങ്കര ആഴവാ. കർത്താവ് ഇങ്ങനെ പറഞ്ഞ്, ഇവിടെ അടിക്കാന്നേ, ഇവിടെ കൂടെ കാണിച്ചേക്കാൻ. അന്നേരം കുറച്ച് പേര് പോയി. കാരണം വന്നവര് തിരിച്ചടിക്കാനായിട്ടായി വന്നേ. അവര് വന്നത് ഗുരു ഒന്ന് പ്രാർത്ഥിച്ചു വിടും, ഞങ്ങൾ 2 പൊട്ടിച്ചേച്ച് വരാം. അതിനായി ഇവര് വന്നത്. ചെല്ലു പറയത്തില്ലേ, പക്ഷെ ഞങ്ങള് കോടതിയിലോട്ട് പോവാം, പ്രാർത്ഥിച്ചേച്ച് പോകാന്ന് ഓർത്ത് പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം. പാസ്റ്റർ പ്രാർത്ഥിച്ചു. ചില പാസ്റ്റർമാര്, കർത്താവേ നിന്റെ ദാസന്മാര് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നു, ദൈവം ഇടപെടണം. പോലീസ് സ്റ്റേഷനിലെല്ലാം ദൂതന്മാരെ ഇറക്കണം. SIയുടെ ഉള്ളത്തോട് ദൈവം. അങ്ങനാണോ? അങ്ങനല്ലേ പ്രാർത്ഥന? അപ്പൊ ആൾക്കാർ ഇഷ്ടം പോലെ വന്നപ്പം കുറെ പേര് തിരിച്ച് തല്ലണം. അപ്പൊ യേശുവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു പോയി തല്ലാന്നുള്ള ചിന്തയല്ല അവൻ. അപ്പൊ യേശുവിന്റെ ഉപദേശം ഇതാ, പിന്നെ ഇവിടെ അടിക്കുകയാന്ന് ഇവിടെ കൂടെ കാണിച്ചേക്കാൻ. അപ്പൊ ആ ഗ്രൂപ്പുകാരെല്ലാം പോയി. അവർ പറഞ്ഞ നടപടി ഇല്ലെന്ന് പറഞ്ഞു. പുള്ളിയുടെ കൂടെ വന്ന
അപ്പൊ വേറൊരു ഗ്രൂപ്പുകാര് കർത്താവ് പറഞ്ഞു ഉടുപ്പ് ചോദിക്കുന്നതിന് പുതപ്പൂടെ കൊടുത്തേക്കാൻ. അവരും പോയി. അടുത്ത ഉപദേശം ഇതാ, ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്നാൻ കൊടുത്തേക്കാൻ. അങ്ങനെയുണ്ടോ? ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ച 2 നാഴിക നടന്നേച്ച് വരാൻ. ഇതൊക്കെയാ യേശുവിന്റെ ഉപദേശം. ഇതെല്ലാവർക്കും ഇഷ്ടമല്ല. നിന്റെ സഹോദരൻ എന്തെങ്കിലും ഉണ്ടെന്ന് ബോധ്യം വന്നാൽ അവനല്ല, നീ അങ്ങോട്ട് ചെന്ന് നിരപ്പാകണം. ഇതൊക്കെയാ ഉപദേശം. 70 വട്ടം ക്ഷമിക്കണം. ഇതൊക്കെയാ ഉപദേശം. സ്തോത്രം, സ്തോത്രം. ഇങ്ങനെ ഉപദേശത്തിലോട്ട് കയറിയപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയി. ഒടുവിൽ 12 പേര് ശേഷിച്ചു. കർത്താവ് ചോദിച്ചു, എന്ത് ചെയ്യാൻ നേരത്തെ പോലെ ആളൊന്നും യോഗത്തിന് ഇങ്ങനെയൊന്നും പ്രസംഗിച്ച ആള് വരികയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പറയുന്നില്ലെന്നേ ഉള്ളൂ, ഇങ്ങനെയൊന്നും പ്രസംഗിച്ച ആള് വരുന്നില്ല. ആള് വരണമെങ്കിൽ അതിനൊക്കെ ചില ട്രിക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിനാ ട്രിക്ക്? അതുകൊണ്ട് അതിന് ഇടക്കിടയ്ക്ക് പറയണം, ചില വിടുതലുകൾ കാണുന്നു. അത് ഈ വിറപ്പിച്ചൊക്കെ പറയണം. ഇന്ന് രാത്രി വൈബ്രേഷനില്ല. മനോവേദനയാൽ ഭാരപ്പെടുന്ന ചിലരെ കാണാം, ആത്മാവ് കാണുന്നു. അങ്ങനെ പറഞ്ഞാൽ മതി, അന്നേരം തള്ളയിളകും. എന്നൊക്കെ ചില ഉണ്ട്. കടഭാരത്താൽ വിലകുന്ന ചില വ്യക്തികളെ കാണുന്നു. മുഴുവൻ കടമെടുത്ത് വെച്ചിരിക്കുന്നതാ. അത് ആർക്കാ കടവ്? മുഴുവൻ എണ്ണവും പരിവൊക്കെയാണ്. ആരോടും പറയാത്ത ചില വിഷയങ്ങളുമായി വന്നവരുണ്ട്. എല്ലാത്തിനും ടൈമാ. ആരോടാ പറയുന്നത്? ആരെ വിശ്വസിച്ചാ പറയുന്നത്? ഇതൊക്കെയാണെങ്കിൽ ആള് കൂടും. ഇങ്ങനെ ഉപദേശം പറഞ്ഞാലൊന്നും ആള് കൂടുകയല്ല. അപ്പൊ കർത്താവ് പറഞ്ഞ, എന്നാ ഞാൻ അടുത്ത ആഴ്ച മുതൽ ഒന്ന് ശ്രദ്ധിക്കുക എന്നല്ല പറഞ്ഞേ. കർത്താവിന് നിങ്ങൾക്കും പോകാൻ മേലേ, എന്നാ ഞാൻ അടുത്ത ആഴ്ച ഇച്ചിരി ശ്രദ്ധിക്കാന്നല്ല പറഞ്ഞേ. പ്രസംഗത്തിന്റെ ടോണ് മാറ്റാം, സബ്ജക്റ്റ് മാറ്റാന്നൊന്നും അല്ല യേശു പറഞ്ഞേ. യേശുവിന് അങ്ങനത്തെ പേടിയൊന്നുമില്ല. യേശു ഉടനെ അവർ പറഞ്ഞ് നിങ്ങൾക്കും പോകാൻ മേലേ എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിന്റെ ശൈലി മാറ്റത്തില്ല. അടുത്ത ആഴ്ച കുറച്ചുകൂടെ കട്ടിക്കേ പറയുള്ളൂ. അപ്പൊ നിങ്ങൾ പോകുന്നെങ്കിൽ വണ്ടി പോകുന്നതിന് മുന്നേ നിങ്ങൾക്കും പോകാന്ന് പറഞ്ഞു. അയ്യോ എന്റെ വീട്ടിലെ നിങ്ങളോട് എന്നെ ഇട്ടേച്ച് പോകരുത്, അവന്മാരോ പോയി എന്നൊന്നും അല്ലേ യേശു പറഞ്ഞേ. തീർത്ത് കാര്യം പറഞ്ഞപ്പോ പത്രോസ് പറഞ്ഞു, അയ്യോ ഞങ്ങൾ പോകാനോ? നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലാണ്, നിന്നെ വിട്ടു പോകാൻ ഞങ്ങളോട് പറയും എന്ന് പറഞ്ഞ് ഞങ്ങള് അപ്പം തിന്നാൻ വന്നതോ രോഗശാന്തിക്ക് വേണ്ടി മാത്രം വന്നതോ വീടും വണ്ടിയും മത്തും കാറും ലോറിയും ജോലി അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അതൊക്കെ കിട്ടട്ടെ. അതല്ല ഞങ്ങളുടെ മെയിൻ വിഷയം. ഞങ്ങളുടെ മെയിൻ വിഷയം നിത്യജീവന്റെ മൊഴിയാണ്. അത് നിന്റെ പക്കലാ. ഇത് കർക്കശമായ വേർപാട് ഉപദേശമാണ്. അപ്പൊ ശരിക്കും സുവിശേഷം കേട്ടാൽ മാനസാന്തരം നടക്കണം, സ്നാനം നടക്കണം, അഭിഷേകം പ്രാപിക്കണം. വേർപാട് ഉപദേശം ഈ ഒരു പദമേ ഉള്ളൂ വേർപാടെന്ന്. വേർപാടിനകത്ത് എല്ലാം ഉണ്ട്. മനസ്സിലായോ? നല്ലൊരു സഹോദരൻ ചോദിച്ചു, സിനിമ കാണരുതെന്ന് ബൈബിളിൽ എവിടെ എഴുതിയേക്കുന്നത്? അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. സിനിമ കാണരുത് ഞാൻ വായിച്ചിട്ടൊന്നും കണ്ടില്ല. അച്ഛൻ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പുക വലിക്കരുതെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്നാ വലിക്കാത്ത? മൂക്കിന് കളയില്ലാഞ്ഞിട്ടാണോ? അതോ സാധനം കിട്ടാഞ്ഞിട്ടാണോ? അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങിയെന്നാ വാക്യം. വേദപുസ്തകത്തിലെ പ്രധാന ഒരു ഉപദേശമാ വേർപാടെന്ന ഉപദേശത്തിനകത്ത് ഈ പറഞ്ഞ കേസെല്ലാം വരും. ഒരു ചെറിയ ഉദാഹരണം തരാം. ഉദാഹരണമാ. കർത്താവ് മിക്കതും ഉപമ കൂട്ടിയല്ലേ പറഞ്ഞ ഉദാഹരണം. ഇപ്പൊ ഉദാഹരണം പോൾ പാസ്റ്റർ അല്ലേ? ഇപ്പൊ ഞാനും ബഹുമാനപ്പെട്ട പോൾ പാസ്റ്ററും കൂടെ ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് പോകുക എന്ന് വിചാരിക്കുക. ഞങ്ങളുടെ അവിടെ തിരുവിതാംകൂറില്, സെൻട്രൽ ട്രാവൻകൂറില്. ഇവിടുത്തെ രീതി എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ അവിടെ ചെന്ന് ആ വിവാഹ ശുശ്രൂഷയെ സംബന്ധിച്ച് ഭയങ്കര ആളുമായിരുന്നു, തെള്ളുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു, പിന്നെ കണ്ടില്ല. അപ്പൊ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പം പോൾ പാസ്റ്ററോട് ചോദിച്ചല്ലേ, പോൾ പാസ്റ്ററിനോട് ചോദിച്ചു, പാസ്റ്റർ കല്യാണം കഴിഞ്ഞ് എപ്പോഴാ പോയത്? പറഞ്ഞ ഞാൻ പറയാ, ഞാൻ ഊണ് കഴിഞ്ഞ ഉടനെ അങ്ങ് പോയി. അതിന്റെ അർത്ഥം കൈ കഴുകാതെ പോയെന്നാണോ? അല്ല.
അതൊരു സാധാരണ പ്രയോഗമാണ്. ഊണ് കഴിഞ്ഞ ഉടനെ പോയി, അതിന്റെ അർത്ഥം ഉടനെ പുള്ളി കൈ കഴുകാനാ പോയല്ലേ, അങ്ങനെ പുള്ളി ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെയൊക്കെ അവിടെ ഹൈന്ദവ സഹോദരങ്ങളുടെ കല്യാണമാണെങ്കിൽ നല്ല ഈ വെജിറ്റബിൾ ആകും എല്ലാം, അതെല്ലാം നല്ല വൃത്തിയായിട്ട് ഓരോന്ന് വിളമ്പുന്ന രീതിയുണ്ട്, കഴിക്കുന്ന രീതിയുണ്ട്, അതിനൊക്കെ ക്രമമുണ്ട്. അത് കഴിച്ചേച്ച് പായസം പല ടൈപ്പ് കൊണ്ടുവരും. അതൊക്കെ ഇഷ്ടപ്പെട്ടത് അന്നേ പഴമൊക്കെ ഞെരടി, ചിലര് നാരങ്ങായും പപ്പടവും ഒക്കെ ചേർത്ത്, അത് കണക്കുണ്ട്. അതെല്ലാം നന്നായിട്ട് കഴിച്ച് അത് കഴിഞ്ഞ ചിലയൊക്കെ ചിലരും അവിടെ മടക്കി വെക്കാൻ പറയും, ചിലർ എടുക്കാൻ പറയും. ആ ഒരു പോക്കൊക്കെ ഉണ്ട്, വെള്ളം. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഇതിലെ കൂടെ എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള സ്ഥലത്ത് ചെന്ന് കൈ കഴുകി വൃത്തിയാക്കി തൂവാല കൊണ്ട് തുടച്ച്, അല്ലെങ്കിൽ നാരങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് തൂത്ത്, അങ്ങനെ എന്നതിന്റെ അർത്ഥം. പക്ഷെ പറയുമ്പം ഊണ് കഴിഞ്ഞു പോയെന്നേ പറയുള്ളൂ. ക്രിസ്ത്യാനികളുടെ കല്യാണമാണെങ്കിൽ ഇറച്ചി മീനും ഒക്കെ വെട്ടല ഭാഗത്ത് വിളമ്പുന്നത്, നാക്കല ഭാഗത്ത് വിളമ്പുന്നതുണ്ട്. അതെല്ലാം ക്രമത്തിൽ വിളമ്പി കഴിച്ച് പഴയ ക്രിസ്ത്യാനികളുടെ, ഇപ്പൊ എല്ലാം ഐസ്ക്രീം ക്രിസ്ത്യാനികളാ. അതുപോട്ടെ, പണ്ട് തൈരും പഴവും പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരു പിടി ഉണ്ടാ കൈയുടെ വടവിൽ കൂടെ ഒക്കെ ചാടി അതും കഴിഞ്ഞേച്ച് വെള്ളം. അപ്പൊ ഊണ് കഴിഞ്ഞ് പോയെന്ന് പറഞ്ഞാൽ കൈ കഴുകാതെ പോയെന്നല്ല അതിന്റെ അർത്ഥം. ഊണ് കഴിഞ്ഞ് ഒന്നെങ്കിൽ ഇല മടക്കി അല്ലെങ്കിൽ ഇല എടുത്തുകൊണ്ട് അത് കളയേണ്ട സ്ഥലത്ത് കൊണ്ട് കളഞ്ഞ് വെള്ളമുള്ള സ്ഥലത്ത് ചെന്ന് വൃത്തിയായിട്ട് കൈ കഴുകി തൂവാല ഉണ്ടെങ്കിൽ തൂത്ത് തുടച്ച് വൃത്തിയാക്കി വന്ന വാഹനത്തിൽ അല്ലെങ്കിൽ വന്ന രീതിയിൽ പോയെന്ന അതിന്റെ അർത്ഥം. അത്രയും വിശദീകരിക്കത്തില്ല. പറയുമ്പോ ഒറ്റ വാക്കി പറയും ഊണ് കഴിഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ. വേദപുസ്തകത്തിലെ പ്രധാന ഉപദേശത്തിലൊന്നാ വേർപാട്. വേർപാട് എന്നൊരു പദമേ ഉള്ളൂ, പക്ഷെ ഇതിനകത്ത് ഇത് മുഴുവൻ അടങ്ങും. സകല ഉണ്ടാവേണ്ടി ഇതിനകത്ത് അടങ്ങി അത് ക്രമീകരിക്കണം. 28 കെട്ട്, മാമോദീസ, ആണ്ടിയാത്രം, അടിയന്തരം, 16 അടിയന്തരം, പിന്നെ ഉണ്ടല്ലോ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, പിന്നെ സപ്തതി, ഷഷ്ടി, നവമി, ഇങ്ങനെയുള്ള ഒത്തിരി ഉണ്ട്. പുതിയ വീട് വെക്കുമ്പോൾ പാല് കാച്ചുക, വലത്തുകാല് വെച്ച് കയറുക, സോദരം പല്ലി ചലയ്ക്കുന്നതിനെ പറ്റിയുള്ള വിശ്വാസം, കടുക് താഴെ വിടരുത്, വഴക്കുണ്ടാക്കും, സന്ധ്യ കഴിഞ്ഞാൽ തുണി കല്ലേ തല്ലി അലക്കരുത്. മനസ്സിലായില്ലേ? കട്ടിലായിരുന്ന കാലിങ്ങനെ ആട്ടരുത്. ഉണ്ടല്ലോ ഒത്തിരി. 1-ാം തീയതി വന്ന് കയറണം, രാവിലെ വരണം, അവൻ കയറുന്നതിന് മുന്നേ. എന്നാന്നറിയാൻ പറ്റില്ല, 2 ദിവസമായിട്ട് കൈ അല്ലല്ലോ ഉണ്ട്, ചൊറിച്ചിലുണ്ടെന്നാണ് എനിക്ക്. എന്നാ കണ്ണ് ഞാൻ കണ്ടമാനം ചിരിച്ചിന്ന്. എന്നാണോ കൂടെ തുമ്മുന്ന എന്റെ കാര്യം? അതിന്റെ കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് ഇട്ടുമ്പോ. ഇങ്ങനെയുള്ള ഒത്തിരി അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെ ഇല്ലേ, ഇതെല്ലാം ഈ വേർപാട് ഉപദേശത്തിൽ വരും. അതെല്ലാം കളയണം. പഴയ മാമൂലുകള്, ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള് രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഒക്കെ ഒത്തിരി ഉണ്ടല്ലോ. ഞാൻ പെന്തിക്കോസുകാരുടെ കാര്യമായി നിങ്ങൾ വീഡിയോ പിടിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഇച്ചിരി കട്ട് ചെയ്തിട്ട് നാശോപ്പിച്ച് വെച്ചേക്കരുത്. അത് അങ്ങനെ തന്നെ കിടക്കാവുള്ളൂ. മനസ്സിലായോ? ആരുടെ അമ്മനെ വീഡിയോ? മോന്റെ ആണോ? ആരാ അതിന്റെ ആള്? ഇങ്ങനെ കാണിക്കാതെ മോനാന്നോ അതിന്റെ ആള്? അവൻ മിണ്ടുന്നുമില്ല. മോനാന്നോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? കട്ട് ചെയ്തിട്ട് മൊത്തം അവൻ കിട്ടു. കുറെ ഒരു തൊഴിലും ഇല്ലാത്ത കുറെ അവന്മാരുണ്ട്. ഇച്ചിരി കട്ട് ചെയ്തിട്ട് വിവാദമാക്കി കളയാം. അത് ചെയ്യരുത്. പ്രസംഗം എല്ലാരും കേൾക്കട്ടെ. അത് മുഴുവൻ ഇടണം. അല്പം ഇട്ടേച്ച് കാശുണ്ടാക്കരുത്. കാശുണ്ടാക്കിയാൽ നിനക്ക് നിന്റെ സന്തതി ഇവരെ മുന്നോട്ടല്ല. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പ്രസംഗം മൊത്തം ഇട്ടോണം. എല്ലാരും കേൾക്കട്ടെ. കേൾക്കാനില്ലേ പ്രസംഗിക്കുന്നത്? കാരണം നല്ല കാര്യമായി പറയാനെ. പക്ഷെ അത് ഇച്ചിരി മാത്രം കട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ടേച്ച് അതിനൊരു തലക്കെട്ടുമൊക്കെ കൊടുത്ത് അത് അവന്റെ അക്കൗണ്ടിൽ കാശ് വരാൻ, ആ കാശ് അവനും അവന്റെ സന്തതിക്കും ഗുണം വരികയില്ല. കാരണം ആ പാവം പിടിച്ച കെ പ്രകാമിനെ ഉപദ്രവിച്ചില്ലേ? കെ പ്രകാമിന് നിങ്ങൾ അന്ന് അറിഞ്ഞില്ലേ? ഇല്ലേ? അങ്ങേര് കടന്ന് തീരുന്ന് എത്ര നാള് പതാകയെ പറ്റി അതാ എല്ലാം മറന്നുപോയി നിങ്ങൾ. അദ്ദേഹം സഭയ്ക്കകത്ത് ഒരു വിഷയം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാ. അത് ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ അത് മാത്രം കട്ട് ചെയ്ത് ആ മനുഷ്യനെ എന്ത് ഉപദ്രവിച്ചു. ദൈവം അങ്ങേരെ കൈവിട്ടില്ല.
ദൈവം അങ്ങനെ ശക്തമായിട്ട് ഉപയോഗിക്കുക. എന്നാൽ എന്ത് മനോവേദന തിന്നെന്നറിയാം. ഏതെല്ലാം എന്നോടും അദ്ദേഹം പറഞ്ഞു, ആരൊക്കെയാ ഫോൺ ചെയ്യുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങളാ, കത്തിക്കും, നിന്നെ കൊല്ലും. രാഹുലീശ്വരി പതാകയെ പറ്റി പറഞ്ഞപ്പോ ആർക്കും പ്രശ്നവും ഇല്ല. കണ്ടോ? ആ ഇത് തന്നെ പുള്ളി, പക്ഷെ അത് വേറെ ആളായി പോയി. അതുകൊണ്ട് ഞാൻ യൂട്യൂബ് വരുമാനം ഉണ്ടാക്കുന്ന കുറെ അണ്ണന്മാരോടായി പറയുന്നത്, പ്രസംഗം വിട്ടു മൊത്തം വിട്ടു ഒരു എതിരുമില്ല, കേൾക്കാനില്ലയോ പ്രസംഗിക്കുന്നത്. അത് ഇച്ചിരി കട്ട് ചെയ്ത് കുറെ എണ്ണം ഉണ്ട് നമ്മളെ ഒതുക്കാനെ, ഇച്ചിരി കട്ട് ചെയ്തിട്ട്, കാരണം 5 പൈസ മുടക്കില്ല, പരിക്കാതിരിക്കല്ലേ, ഒരു കുന്തം എടുത്ത് വെച്ചോണ്ട് ഇങ്ങനെ. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, ഞാൻ മാത്രമല്ല, അനേക ദൈവദാസന്മാരെ ദൈവമക്കളെ ഉപദ്രവിക്കുന്ന കുറെ എണ്ണമുണ്ട്. ഇപ്പമാർക്ക് അക്കൗണ്ടിനകത്ത് കാശും വേണം. അപ്പൊ ഈ കൺവെൻഷൻ നിങ്ങൾ എന്ത് ചെലവാക്കിയാ ഇത് ചെയ്യുന്നത്? അവർക്ക് ഒരു മുടക്കും അവരുടെ അക്കൗണ്ടിൽ. ഇപ്പൊ ഉദാഹരണം, പണ്ട് ഒരു സഭയുടെ മേലധ്യക്ഷൻ ഈ സഭയുടെ മിറ്റത്തിരുന്ന് ചാരുകസയിലിരുന്ന് ഇങ്ങനെ 4 മണിക്ക് കാറ്റ് കൊണ്ടപ്പം മാവേന്നൊരു മാങ്ങ വീണ്, പഴുത്ത മാങ്ങ. അപ്പം പേരും സ്ഥലമൊന്നും ഞാൻ പറയത്തില്ല, നടന്ന കാര്യമാണ്. അപ്പം സഭയിലെ മേലധ്യക്ഷൻ ഇങ്ങനെ കസേര ഇരുന്നപ്പം പൊടോന്ന് ശബ്ദം നോക്കിയപ്പം ആ നല്ല തേന്മാവാ, മാങ്ങ വീണ്. അപ്പൊ പുള്ളി കപ്പിയാരോട് പറഞ്ഞു, എടാ മാങ്ങ ഇനി കഴുകിക്കൊണ്ട് വരാൻ. പുള്ളി കാറ്റ് കൊണ്ടിരിക്കുകയല്ലേ, മാങ്ങ കൊണ്ട് കൊടുത്തു. അപ്പൊ എടാ ആ കത്തിയും കൂടി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. പുള്ളി കാറ്റ് കൊണ്ടിരിക്കുക, അപ്പൊ ഒരു എൻജോയ് ചെയ്യാന്. അപ്പൊ അവൻ കത്തി കൊണ്ട് കൊടുത്തു. അപ്പം കത്തി ഈ മാങ്ങ ഇങ്ങനെ തൊലി എത്തുക. അപ്പൊ പുള്ളിക്ക് എതിരുള്ളൊരു പുള്ളി എപ്പോഴും ഇങ്ങനെ അരമനയുടെ ചുറ്റും ഇങ്ങനെ പമ്മി നടക്കുന്ന ആളാ. പുള്ളി ഇങ്ങനെ അരമന എന്നാ നടക്കുന്ന, അരമനയിൽ എന്തോ അപ്പം അങ്ങനെ പുള്ളി മതിലിന്റെ എതിരൂടെ പോകുമ്പോൾ തിരുമേനി കത്തിയായിട്ടിരുന്ന് മാങ്ങ. അപ്പൊ ഇവനെ സൂത്രത്തിൽ മാറുന്ന വെച്ച് മാങ്ങ ഇങ്ങനെ ചെത്തിയപ്പം ആ കത്തിയുടെ ഫോട്ടോ മാത്രം എടുത്തു. അങ്ങനുണ്ട് ബുദ്ധി. ഇങ്ങനെ ചെത്തി മാങ്ങ ഇങ്ങനെ ചെത്തിയപ്പോൾ എന്നിട്ട് പിറ്റേന്ന് പത്രത്തിൽ കൊടുത്തു, തിരുമേനി അരമനയിൽ കത്തി കാട്ടി. എങ്ങനുണ്ട്? സത്യമല്ലേ? പുള്ളി കത്തിയായിട്ടിരിക്കുക, പുള്ളിയുടെ മുഖവും കത്തിയുടെ ഫോട്ടോയും, മാങ്ങാപ്പഴം കാണിക്കുന്നില്ല. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, നടന്ന കാര്യമാണ്. ഇങ്ങനെ എത്തിയപ്പം തിരുമേനി അരമനയിൽ ഫോട്ടോ സഹിതമാ വന്നേക്കുന്നത്. അങ്ങനുണ്ട്. അങ്ങനത്തെ ഒത്തിരി വിദ്വാന്മാര് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ശരിയാകത്തില്ല. അതുകൊണ്ട് പ്രസംഗം മൊത്തം വിട്ടു, എല്ലാരും കേൾക്കാനില്ലയോ പറയുന്നത്. പക്ഷെ അല്പം മാത്രം കട്ട് ചെയ്ത് അതിനൊരു പ്രത്യേക തലക്കെട്ട് കൊടുത്ത്, അപ്പൊ തലക്കെട്ട് കാണുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് തിരുമേനി കത്തിയാട്ടെ, തിരുമേനി കത്തിയോ, എല്ലാരും നോക്കും. സൂത്രമാക്കും. ഒത്തിരി എണ്ണം സൂത്രക്കാരിറങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ പൈസ ഒന്നും അവന്റെ സന്തതിക്ക് ഒന്നും ഗുണം വരിക. വേറൊരുത്തൻ അവനെ തീരെത്തിയച്ചാച്ചോ നീ ഉണ്ടാക്കുന്നത്. ആ കേബ്രഹാം എന്ത് ബുദ്ധിമുട്ടിയെന്നറിയാമോ? അയ്യോ, മനോവേദനയോടെ. പക്ഷെ ദൈവം അദ്ദേഹത്തെ കൈവിട്ടില്ല. ദൈവത്തിന് മഹത്വം. നമുക്ക് ആ ഭാഗം വിടാതെ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. എല്ലാവരും സുവിശേഷത്തിന്റെ സാക്ഷികളാകണം. ഇത് വേർപാട് ഉപദേശമാണ്. എടുത്ത വാക്യത്തോടെ ഒന്ന് കൂടുപുലർത്തി പെട്ടെന്ന് നിർത്താം. അന്നേരം നമ്മുടെ സമയമാകുമെന്ന് തോന്നുന്നു. ഇപ്പൊ സമയം എന്തുവായി? ഒരു 10 മിനിറ്റ് ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാ. ഞാനത് പറഞ്ഞില്ലേ, നിങ്ങൾ പറയും കുഴപ്പമില്ലായിരുന്നു. എന്നാൽ എടുത്ത വാക്യം എന്തുവാണെന്നും പുള്ളി പറഞ്ഞില്ല. അതുകൊണ്ട് 2 കാര്യം പറയാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലെ 2-ാമത്തെ ഭാഗമാ, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി. ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ, ആർക്കും പ്രവർത്തിക്കാത്ത രാത്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു നിത്യദൈവം. മറ്റേ 3 സുവിശേഷകരിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാന്റെ എടുത്ത് യേശു ദൈവമാണെന്ന് തെളിയിച്ചു. അതെ, ഓരോ അധ്യായത്തിലും അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തി. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ നിക്കോദോമസിനോടുള്ള ബന്ധത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. 4-ാം അധ്യായത്തിൽ ശമരിയക്കാരിയോടുള്ള ബന്ധത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ കൊളക്കരയിൽ കിടക്കുക സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറങ്ങുമെന്ന ജീവന്റെ അപ്പമായ ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മ നിറവിനെ കൊടുക്കുന്ന സർവശക്തനായ ദൈവം. 8-ാം അധ്യായത്തിൽ സാക്ഷാൽ
വെളിച്ചമായ ദൈവം. 9-ാം അധ്യായത്തിലെ വിഷയം പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. പിന്നെ മുൻപോട്ടുള്ള അധ്യായം നിങ്ങൾക്ക് അറിയാം. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട് കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാരോട് പറയാത്തെ അണ്ടാ പോകുന്നതാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. മോളെ 2 വാക്യം വായിച്ചോ, 29-ഉം 35-ഉം. അറിവുള്ള വാക്യമാ. യോഹന്നാന്റെ സുവിശേഷം 1-29-35. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവകുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്നും കുരുളറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും വിളക്കാകുന്ന കുഞ്ഞാടെന്നും കോപത്തിന്റെ കുഞ്ഞാടെന്നും വേളി കഴിക്കാൻ വരുന്ന കുഞ്ഞാടെന്നും ഒക്കെ പറഞ്ഞ് അലങ്കാര ഭാഷയ്ക്ക് ഈ പുസ്തകത്തിൽ പലയിടത്തും രേഖപ്പെടുത്തി. ഇവിടെ പറയുക ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. അധികം വ്യാഖ്യാനിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ കുഞ്ഞാട് അറക്കപ്പെടുന്നുണ്ട്, ഇസഹാക്കിന് പകരം ഒരു കുഞ്ഞാട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വീടൊന്നിന് ഒരാട്ടിൻകുട്ടി, ഓരോ കുടുംബത്തിന് വേണ്ടി അറക്കപ്പെടുന്ന കുഞ്ഞാട്. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ 12 ഗോത്രങ്ങളുടെ പാപം വഹിച്ചുകൊണ്ട് പോകുന്ന ഒരാട്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പം ഉൽപ്പത്തി 22-ൽ വ്യക്തിക്ക് വേണ്ടി മാത്രം അറക്കപ്പെട്ട കുഞ്ഞാട്, പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാട്, ലേവ്യ 16 12 ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രം അത് അറക്കപ്പെടുന്ന പാപമേറ്റെടുത്ത കുഞ്ഞാട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ കുഞ്ഞാട് വ്യക്തിക്കും കുടുംബത്തിനും ഗോത്രത്തിനും മാത്രമല്ല മുഴു ലോകത്തിന്റെയും പാപം ചുമക്കുന്ന കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. യേശുക്രിസ്തു സകല മാനവരാശികളുടെയും പാപം വഹിച്ചു ചുമന്നവനാ. ഇന്ന് രാത്രി യേശുവിൽ കൂടിയ രക്ഷ. 2-ാം അധ്യായം കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. എല്ലാം വിവരിക്കുന്നില്ല. പച്ചവെള്ളം വീഞ്ഞാക്കി. യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചു. യേശുവിന്റെ അമ്മ മറിയം, ആ അമ്മയുടെ അനിയത്തിയാണ് ശലോമ. ശലോമയുടെ മകനാണ് യോഹന്നാൻ. യോഹന്നാന്റെ കല്യാണമാണ്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു വിശേഷത, യോഹന്നാനാ എഴുതിയെങ്കിലും യോഹന്നാന്റെ പേര് ഈ സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ല. ഒറ്റ വാക്ക് പോലും പറഞ്ഞിട്ടില്ല. നമ്മളന്ന് എല്ലാ അധ്യായത്തിലും വീട്ടുപേര് സഹിതം എഴുതും. തന്നെയല്ല, കല്യാണത്തിന് യോഹന്നാന്റെ കല്യാണമാണ്. പക്ഷെ അതിന്റെ മുഖവര നിങ്ങൾ നോക്കിയേ, എങ്ങനെ എഴുതിയേക്കുന്നത്? 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. ഒരു കല്യാണം എന്നാ യോഹന്നാന്റെ എഴുതിയ പുള്ളിയുടെ കല്യാണമാണ്. നമ്മളായിരുന്നു എങ്ങനെയായിരുന്നു എഴുതിയെന്ന്? ദൈവത്തിന് മഹത്വം. എന്റെ കല്യാണ ദിവസം എന്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മോനെ യേശു ഉണ്ടായിരുന്നു. ഞങ്ങൾ പുള്ളിയെ വിളിച്ചതാ. തിരക്കുകളുടെ നടുവിലും പുള്ളി എന്റെ കല്യാണത്തിന് വീഞ്ഞിന്റെ ഒരു ചെറിയ ഷോർട്ടേജ് വന്നു. അപ്പൊ കൊച്ചമ്മ കയറി കാര്യം അയ്യോ നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കാൻ നന്നായി. യോഹന്നാന്റെ എഴുത്തിന്റെ 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. ഗലീലയിലെ കാനാവിൽ. ഇതെല്ലാം നിന്ന് പറയേണ്ടതാ. ഞാൻ ഇച്ചിരി 5 സമയം കൂടുതൽ എടുക്കും. ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം. അതിന്റെ ഗലീലയിലെ കാന എന്നെടുത്ത് പറഞ്ഞേ. ഇനി അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 11. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തന്റെ മഹത്വം വെളിപ്പെടുത്തി. കാനാവിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യൻ ഗലീലയിലെ കാനാവിൽ വെച്ച് യേശു തന്റെ മഹത്വം, ആദ്യത്തെ അത്ഭുതമാണ്. അതെന്നാ ഗലീലയിലെ കാനാവിൽ ഈ മഹത്വം വെളിപ്പെടുത്താൻ കാര്യം? കാനാവിലെ കല്യാണ നാളിൽ, കാനാവിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയണം ദിനവും, കരുണാനിധിയെ കനിയണം ദിനവും. ദേവാ ദേവാ ത്രിലോകനാഥ, ദേവാ ദേവാ ത്രിലോകനാഥ. കാനാവിലെ
കല്യാണ നാളിൽ കാനാവിലെ കല്യാണ നാളിൽ ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്ത ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയേണം ദിനവും കരുണാനിധിയെ കനിയേണം ദിനവും ദേവാദേവ ത്രിലോകനാഥ ദേവാദേവ ത്രിലോകനാഥ ദേവാദേവ ത്രിലോകനാഥ കാനാവിലെ കല്യാണ നാളിൽ കാനാവിലെ കല്യാണ നാളിൽ ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്ത ശുദ്ധജലത്തെ തീർത്ത കരുണാനിധിയെ കനിയേണം ദിനവും കരുണാനിധിയെ കനിയേണം ദിനവും കരുണാനിധിയെ കനിയേണം ദിനവും. അപ്പൊ കാനാവിലെ ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തി. അതന്നെ അങ്ങനെ എഴുതാൻ കാര്യം ഒറ്റവാക്കിൽ പറയാം. ഈ ഗലീല എന്ന് പറയുന്ന സ്ഥലം അത്ര നല്ല സ്ഥലമല്ല, മറ്റുള്ളവർക്ക് അത്ര തൃപ്തി ഉള്ള സ്ഥലമല്ല ഗലീല. കാരണം ഗലീലയിലെ ആൾക്കാർക്ക് വിദ്യാഭ്യാസമില്ല, അവര് പഠിപ്പുള്ളവരല്ല, ഈ ദേശവും അത്ര നല്ലതല്ല. അതിനൊരു ഉദാഹരണം, ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 18 ഭാഷക്കാര് വന്ന സമയത്ത് അപ്പോസ്തലന്മാര് മിക്കവരും ഗലീലക്കാരാ. അപ്പോസ്തലന്മാര് മിക്കവരും പത്രോസ്, അന്ത്രയോസ്, പിന്നെ യോഹന്നാൻ, യാക്കോബ്, ഇവരെല്ലാം ഗലീലക്കാരാ. സംശയമുണ്ടല്ലോ? മോളെ, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12 മുതലാന്ന് തോന്നുന്നു. അവിടെ യേശു അനന്തരം ആത്മാവ് അല്ലല്ല 1-ാം അധ്യായത്തിന്റെ 14 എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ അവിടുന്ന് ഗലീല കടൽപ്പുറത്തുകൂടി നടക്കുമ്പോൾ ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയാസും, അവര് ഗലീലക്കാരാ, ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയാസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവർ ആയിരുന്നു. മീൻപിടുത്തക്കാരാ. ഞാൻ പറഞ്ഞു, യേശു അവരോട്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടവനെ അനുഗമിച്ചു. വിട്ട് വേർപാടാകട്ടോ, അത് വിട്ടേച്ച് യേശുവിനെ അനുഗമിച്ചു. അടുത്ത വാക്യം. അവിടെ നിന്നും അല്പം മുൻപോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. മറ്റവര് വീശുന്നു, അവര് 2 എല്ലാത്തിനും യേശുവിന് വേണം. മീൻ പിടിക്കുന്നവന് യേശുവിന് വേണം, വല നന്നാക്കുന്നവന് യേശുവിന്. വല നന്നാക്കുന്ന ചില മീൻ കയറിയ വല കീറും. അപ്പൊ ഇതിന് നന്നാക്കാൻ ഇവിടെ ആള് വേണം. ആത്മാക്കളെ കൊണ്ട് നേടി ഇവിടെ കൊടുക്കുമ്പോൾ ഇവരകത്തിരിക്കുന്ന ആള് പൊട്ടിയ കണ്ണി പരുവക്കാറുള്ളതെല്ലാം നന്നായിട്ട് ഉപദേശം പറഞ്ഞ് നന്നാക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല, എല്ലാം സർവജ്ഞാനിയല്ലേ. അപ്പം വീശുന്നവനെ പിടിച്ചു, നന്നാക്കുന്നവനെയൊക്കെ വേണം ദൈവത്തിന്. ഇവരെല്ലാം ഗലീലക്കാരാ. ഗലീല എന്ന് പറഞ്ഞാൽ അത്ര വിദ്യാഭ്യാസമുള്ള സ്ഥലമല്ല, മീൻപിടുത്തക്കാരുവാ. അതിൽ യോഹന്നാൻ ചുമ്മാ മീൻപിടുത്തക്കാരനല്ല, കാശുള്ള മീൻപിടുത്തക്കാരനാ. ചുമ്മാ മത്തി പിടിച്ചോണ്ട് വരുന്ന ആളല്ല, പുള്ളിക്ക് ഇച്ചിരി കാശുള്ള ആളാ. അതിന് ഒരു തെളിവ് അടുത്ത വാക്യം വായിക്കുമ്പോ കേൾക്കാം. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോട് കൂടെ പടകിൽ വിട്ട്. യോഹന്നാന് കൂലിക്കാരെ നിർത്തി മീൻപിടുത്തം നടത്തുന്ന ആളാ, ചില തരകനാ, ചില കാശുള്ളവനാ, പക്ഷെ വിദ്യാഭ്യാസം അത്ര. അതല്ലേ അപ്പോസ്തല പ്രവൃത്തി. ഇവര് പഠിപ്പില്ലാത്തവരും സാമാന്യ ആൾക്കാരാ. അപ്പം
ഇവര് ഈ പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുക. അപ്പൊ ഈ വന്നവര് പറഞ്ഞ് ഇവരെല്ലാം ഗലീലക്കാരല്ലേ, പിന്നെ ഇവര് പറയുന്നതെല്ലാം ഭയങ്കര വൻ കാര്യമല്ലേ, ഇവര് ഗലീലക്കാരാ, വലിയ വിദ്യാഭ്യാസമുള്ള, പക്ഷെ പറഞ്ഞു വെക്കുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലമായി ഗലീല. യേശു കർത്താവ് അവിടെ തന്റെ മഹത്വം വെളിപ്പെടുത്തിയത്. ഈ ഗലീലയെ പറ്റി കുറച്ചുകൂടെ പുറകോട്ടിറങ്ങിയാൽ പണ്ട് ഈ ശലോമോൻ ദൈവാലയം പണിതു. അപ്പൻ ദാവീദ് പണിയാൻ ആഗ്രഹിച്ചെങ്കിലും ദൈവം പറഞ്ഞു വേണ്ട, നിന്റെ മകൻ ശലോമോൻ പണി. അവനെ ഹീരാമിനോട് തടിയെല്ലാം മേടിച്ചു. അപ്പന്റെ സ്നേഹിതനാ ഹീരാം. തടിയെല്ലാം കൊണ്ട് കൊടുത്തു, തടിയെല്ലാം കൊണ്ടുവന്ന് ആലയം പണിതു. അപ്പൊ തടി ഈ ദേവദാരുവും പിന്നെ ഒലിവും സരളവൃക്ഷമൊക്കെ കൊണ്ട് കൊടുത്തെന്ന മോളയാണ്ട രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം കണ്ണിക തുടങ്ങുന്നിടത്ത് 9:10. ശലോമോൻ യഹോവയുടെ ആലയം രാജധാനി എന്നീ 2 ഭവനവും 20 സംവത്സരം കൊണ്ട് പണിത 20 സംവത്സരം കൊണ്ട് പണിത ശേഷം സോർ രാജാവായ ഹീരാം ശലോമോനെ അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരുവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട്. പണ്ടൊരാൾ വായിച്ചു സരള മരം കൊടുത്തെന്ന് പറഞ്ഞു. അപ്പം വേറൊരാൾ പറഞ്ഞു ഹലോ കൊടുക്കും. അത് അങ്ങനെ മരം കൊടുക്കാനെങ്കിലും താല്പര്യം ഉണ്ടായല്ലോ സരളയ്ക്ക്. അപ്പം ദേവദാരുവും സരളമരവും പിന്നെ സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീല ദേശത്ത് 20 പട്ടണം കൊടുത്തു. 20 പട്ടണം എവിടാ കൊടുത്തത്? ഗലീല ദേശത്ത്. ഭയങ്കര ബുദ്ധിക്കാരനാ ശലോമോൻ, നല്ല പൊരിഞ്ഞ മോനാ. 20 പട്ടണം കൊടുത്തു. അടുത്തത് ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് അവൻ സോരിൽ നിന്ന് വന്ന് ഹീരാം സോരിൽ നിന്ന് വന്നു. അടുത്തത് എന്നാൽ അവ അവന് ബോധിച്ചില്ല. അങ്ങനുണ്ട്. അത്ര സാധന കൊടുത്തത്. കൊടുത്തത് പേരേ ഉള്ളു, ഒന്നും ബോധിച്ചില്ല. അപ്പം ബോധിക്കാൻ പുള്ളി പറഞ്ഞു തന്നെ സഹോദര നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്ത് എന്നവൻ പറഞ്ഞു. എന്റെ സഹോദര ഗുണം വരുത്താനെങ്കിലും താടാ, എനിക്കും ഗുണം വരുന്നില്ല നിനക്കും. ഇതെന്തോ ഈ പട്ടണം? ഇതാണോ ഈ പട്ടണം? അവയ്ക്ക് ഇന്ന് വരെയും കാബൂൽ ദേശം എന്ന്. കാബൂൽ ദേശം ഇരുണ്ട സ്ഥലം, അന്ധകാര സ്ഥലമായത്. വേറൊരു വാക്യം കൊണ്ട് ഇതിനെ ചേർത്ത് വായിച്ചേ, ഒത്തിരി പറയാനുണ്ട്, പെട്ടെന്ന് അങ്ങ് നിർത്താം. യെശയ്യാ പ്രവചനം 9:1 വായിച്ചേ മോളെ. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് വായിക്കുന്നുണ്ട് കേട്ടോ. യെശയ്യാവ് 9:1 പെട്ടെന്ന് വായിച്ചോ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന്, ഈ ദേശത്തിന്റെ കുഴപ്പടിയ കഷ്ടത, പിന്നെ തിമിരമുള്ള ദേശം, പിന്നെ പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും ഹീനതയുള്ള ദേശം, പിന്നെ പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം, ഇപ്പൊ ഈ ദേശമല്ല ഇരുണ്ട സ്ഥലമാ കാബൂല്. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ശ്രദ്ധിക്കുക, ഇത് ഇരുട്ടുള്ള സ്ഥലം, അന്ധകാരം, തിമിരം, കാബൂൽ ദേശം, ഇരുണ്ട സ്ഥലം, ഗുണമുള്ള ദേശമല്ല. ഇവിടെ പാർക്കുന്നവരും അങ്ങനത്തെ ആൾക്കാരാ. വലിയ സ്റ്റാൻഡേർഡ് ഒന്നും, വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ ക്ഷീണം. അതിനൊരു തെളിവ് തരാം, ഒത്തിരി ഉണ്ട്. ഒരു തെളിവ് ഇവരുടെ ആ രീതിയെ, ഒന്ന് എന്ത് പറഞ്ഞാലും കയറി ഉടനെ മറുപടി പറയും പീറ്റർ. കേൾപ്പാൻ വേഗതയും പറവാൻ താമസം, പുള്ളിക്കാരൻ നമ്മൾ ചെല്ലും കയറി അടിച്ചു കളയും. 2 പ്രാഗി. പത്രോസ് യേശുവിനെ പ്രാഗി എന്ന് കേട്ടിട്ടുണ്ട്. എന്തോ നമ്മുടെ രീതി അനുസരിച്ച് നമ്മൾ പറയാം, ഈ കാലന്റെ കൂടെ കൂടിക്കൊണ്ടിരുന്ന തീ കായാൻ പോലും ഇതൊക്കെ ഈ പ്രാകുന്നേ. അതെ, അങ്ങനെ പ്രാകുന്നേ. പത്രോസ് പ്രാഗി. കാരണം ആ ദേശത്തെ രീതി അതാ. അടുത്തത് ഒരു തെളിവ് കൂടെ തരാം. അവരുടെ ആ രീതിയെ യേശു കടൽക്കരെ വന്നപ്പം മനസ്സിലായില്ല. കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചെല്ലാം ഇച്ചിരി കഴിഞ്ഞപ്പം മനസ്സിലായി. യേശു അത് എടുത്തൊരു ചാട്ടം. എങ്ങനെ ആ ചാടിയെന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, മനസ്സിലാകുന്നില്ല. ചാടിയേച്ച് കേറുക. ഓ, നിങ്ങൾ പുസ്തകം ഒന്നും വായിക്കുന്നില്ലേ? ഞാനോ നിങ്ങൾ ആയിരുന്നെങ്കിൽ നമ്മൾ ചാടിക്കഴിഞ്ഞാൽ അവിടെ കയറുകയല്ല. കാരണം വെള്ളത്തിൽ ചൂട് താന്ന് കിടന്ന ഗുരു എപ്പോഴാ ഗുരു വന്നേ? ഓ അതെ അവിടെ കിടന്നോണ്ട്, വെള്ളത്തിൽ കിടന്നോണ്ടേ
നിങ്ങൾക്കൊന്നും പിടികിട്ടുന്നില്ല. അപ്പൊ ഇവര് അത്രയ്ക്ക് വിദ്യാനിപുണന്മാരല്ല, സ്റ്റാൻഡേർഡ് ഉള്ളവരല്ല. ഇത് ഇരുണ്ട സ്ഥലമാ, കാബൂൾ ദേശമാ. പക്ഷെ യേശുക്രിസ്തു തന്റെ കന്നി പ്രസംഗം അവിടെ ചെയ്തിട്ട് ആ കാനാവിൽ അവിടുന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അതല്ല പക്ഷേ അടുത്ത വാക്യമാ, മഹത്വം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ശലോമോന് ജ്ഞാനം ഉണ്ടായിരുന്നു. ഹീരാമാര, സോർ രാജാവ, കാശുകാര. സങ്കീർത്തനം 45 വായിക്കുന്ന സോർ നിവാസികൾ, ദേശത്തിലെ ധനവാന്മാർ, അവർ കാഴ്ചവെച്ച് മുഖപ്രസാദം